ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്നൊരു മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുകയാണ്. തുമ്പപ്പൂവിൻ ചോറും വെച്ച് കുമ്പളമാസ കറിയുണ്ടാക്കി ഉമ്മാക്ക് പകുതി ഉപ്പാക്ക് പകുതി എന്ന് പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറ് വിളമ്പി തീറ്റിച്ചോളേ. എങ്ങനെയുണ്ട്? നന്നായിരിക്കണം. എല്ലാരും കണ്ടപ്പോ ഭയങ്കര സന്തോഷായില്ലേ? വളരെ സന്തോഷമായി. ഇങ്ങനെ കൂടണം. ഇൻഷാ അല്ലാഹ്. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയായില്ലേ? ഈ ഐസൊക്കെ ഇങ്ങനെ തിരുമ്പോ പഴയ കാലം ഓർമ്മ വരുന്നുണ്ടോ? അതാ നല്ലതല്ലേ? ഇപ്പൊ പ്രാരാബ്ധായി. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? എന്നാ തിന്നോളി ഐസ്ക്രീം തിന്നോളി. ഏത് വർഷം? 94 എന്താ പേര്? ഞാൻ 94. ഞാൻ ഉച്ചയാ? ഞാൻ രാവിലെ. ഞാൻ 10 അയ്യാണല്ലേ? കണ്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. രാവിലെ ഉള്ള ഉച്ചക്കാണെങ്കിൽ രാവിലെ തന്നെ എത്തൂല്ലേ? ഞാൻ 10 രാവിലെ. 94-95. ആണോ? എന്തായാലും കണ്ടൂലോ കാക്ക. ഹായ്, എങ്ങനെയുണ്ട് പ്രോഗ്രാം? ഉഷാറല്ലേ? ഐസ് തന്നെയാണല്ലേ? പഴയ കുട്ടിക്കാലത്തെ ഓർമ്മ. വേണ്ട. ഞാൻ 94-95. ആ, കിട്ടിയോ? കൂട്ടുകാരെ കിട്ടിയോ? ആണല്ലേ? ഒന്ന് അനൗൺസ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ഉണ്ടാവും. എങ്ങനെയുണ്ട് പ്രോഗ്രാം? അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? എല്ലാരും കണ്ടോ? ഒരുവിധ ആൾക്കാരെ കണ്ടോ? കണ്ടോരെന്നെ പിന്നെയും കാണാണല്ലേ? ഏതാ നമ്മളെ മകളാണ്. മകളുമായി അച്ഛൻ്റെമാരെ നല്ല നിലത്ത് ഓക്കെ അച്ഛൻ്റെ നമ്മൾ തീരുമാനിച്ചെടുത്ത് അതുമതി. എന്താണ് ഈ സംഗമത്തിനെ കുറിച്ച് പറയാനുള്ളത്? സന്തോഷായില്ലേ? അടിപൊളിയല്ലേ? ഇതുപോലത്തെ പരിപാടികളല്ലേ? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇവർക്കൊക്കെ നന്ദി. ഏത് വർഷം? 90, 91, 92 അല്ലേ? 90, 91. ഈ ഇന്നത്തെ ഈ ഒരു കൂടിച്ചേരൽ എല്ലാവരും വളരെ ഹാപ്പി അല്ലേ? അപ്പൊ ആ ഒരു സന്തോഷം നമുക്കൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങല്ലേ? ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ? അന്നു ദേവദാരു കണ്ണ മറന്നുവോ? സ്വപ്നമേ ദേവലോകമെനിക്കു നഷ്ടസ്വർഗമോ? സ്വപ്നമേ ദേവലോകമെനിക്കു നഷ്ടസ്വർഗമോ? തീർച്ചയായിട്ടും വലിയ സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്.
3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ കലാലയത്തിൽ ഞങ്ങൾ വീണ്ടും ഒത്തുചേരുകയാണ്. അന്ന് കൂടെ പഠിച്ച സഹപാഠികൾ, ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, മറ്റു കൂട്ടുകാർ എല്ലാവരെയും കാണുമ്പോൾ 3 പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഓർമ്മകൾ മനസ്സിൽ മാന്ത്രിക കുതിരയും പോലെ തന്നെ കുതിച്ചു പായുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഈ വിദ്യാലയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നു, പുതിയ പുതിയ ശൈലികൾ വന്നു, പുതിയ രൂപത്തിലേക്ക് വന്നു. എന്നിരുന്നാൽ പോലും ആ എടപ്പാൾ ഹൈസ്കൂളിൻ്റെ ആ ഒരു പഴയ നൈർമല്യം ഇപ്പോഴും ഈ കാറ്റിലുണ്ട്. ഇവിടുത്തെ ഡെസ്കിനും ബെഞ്ചിനും ഈ ചുവരുകൾക്കുമൊക്കെ പഴയ പല കഥകളും പറയാനുണ്ട്. ലാളിച്ചു പെറ്റലകയൻപടു ശൈശവത്തിൽ പാലിച്ച പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറു തൊട്ടിലാട്ടി താരാട്ടാരാപമാർന്ന മലരേ ആദ്യം ഞാൻ നമ്മളെ ക്ഷണിക്കാം. താങ്ക് യു.
കാരണം അവിടെ ഒരു ക്രൗഡ് രൂപപ്പെട്ടതിന്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സ്നേഹോപഹാരം കൊടുക്കുന്നത് അഡ്വക്കേറ്റ് രോഹിത്. ബേബി ടീച്ചറാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ബേബി ടീച്ചറെ ആദരിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്നേഹപാഠം ഗിരീഷ് മാസ്റ്റർ, ടീച്ചർ, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായില്ലേ? സൂപ്പറായി. ഒരു പാട്ടൊക്കെ പാടിയില്ലേ? ഏത് പാട്ടായിരുന്നു പാടിയത്? രണ്ടുപേരും പാടൂ. ചെമ്പരത്തി പൂവിനടുവിലൊരു ഞാലും കെട്ടി അതിമലി ഇമ്പമോടെ കുത്തിരുന്നാടുന്ന പുള്ളിപ്പാപ്പാത്തി ഒരു കുറിച്ചമ്പകത്തോട്ടത്തിൽ നിന്നൊരു മാരൻ വന്നെത്തി. വിദ്യാലയത്തിലെ അവിടുത്തെ വിദ്യാർത്ഥികളായും പൂർവ്വ വിദ്യാർത്ഥികളായാലും ഒക്കെ തന്നെ ഏറ്റവും സന്തോഷം പകരുന്ന ഒരു മുഹൂർത്തമാണ് ഈ വിദ്യാസ്മൃതിയുടെ സംഗമം. ഇന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ സഹപാഠികളെ നേരിട്ട് കാണാനും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനും കഴിഞ്ഞ വലിയ ഒരു സംഗമമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. മനസ്സ് തുറന്ന് സ്നേഹിക്കുക. എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷം ഇത്രയും ആഹ്ലാദകരമായിട്ടുള്ളൊരു മുഹൂർത്തം ഇതിനു മുമ്പ് കുറവാണ്. ഏതായാലും ഇതിൻ്റെ സംഘാടകരെ എനിക്ക് തോന്നുന്നു എല്ലാവരും എൻ്റെ ജൂനിയേഴ്സാണ്. അപ്പോൾ അവരെ അഭിനന്ദിക്കുക. എന്ത് വേണം? അശോകനോ? എൻ്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അവരെല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിക്കാതെ. ഓ, നീ പൊന്നപ്പലല്ലേടാ, തക്കപ്പലാടാ തക്കപ്പൽ. എന്റെ പൊന്നെടുത്തോ അടിച്ചൊളിക്കടാ അവന്റെ കാല്.
ഇംഗ്ലീഷും മാത്സും. ഏത് വർഷത്തിലായിരുന്നു? 1960 തൊട്ട് 73 വരെ ഈ ഹൈസ്കൂളില് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ഗോപാലകൃഷ്ണ മാഷാണ്. ഇന്നിവിടെ വന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകനാണ് അല്ലേ? എവിടെയാ സ്ഥലം മാഷേ? തിരുവനന്തപുരം. ഇതിനായിട്ട് വന്നതാണോ? എന്നാ വന്നേ? ഇവിടെ എവിടെയാ താമസിക്കണേ? കോണ്ടാക്ട് ആണ്. ആ അതെ അതെ അതെ. ഈ നാടുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടില്ല. അതെ, 50 കൊല്ലമായി ഇവിടുന്ന് പോയിട്ട്. എല്ലാ കൊല്ലവും മിക്കവാറും ഒരു കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലായി അല്ലേ? 73 പോയതാണ്. ഇപ്പൊ ഈ 50 കൊല്ലത്തില് മിക്കവാറും ഒരു കൊല്ലത്തില് 2-3 പ്രാവശ്യമൊക്കെ വരും. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമാണ് വരവ് ഇത്തിരി കുറഞ്ഞത്. എന്നാലും കഴിഞ്ഞ കൊല്ലം വന്നു. ആണല്ലേ? കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് എല്ലാ അല്ല എല്ലാ ഫംഗ്ഷനും നമ്മളെ ക്ഷണിക്കും. വെറുതെ അല്ല, ഈ നാടുമായിട്ട് വല്ലാത്തൊരു പള്ളിയുടെ ബാക്കിലാണ് താമസിച്ചിരുന്നത്. ഞാൻ 7 കൊല്ലം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇവരൊക്കെയായിട്ടുള്ള ബന്ധം അങ്ങനെയാണല്ലേ? ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷേ ആണോ? അച്ഛനറിയോ? ആണോ? ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ സ്കൂളിൽ ഇവിടെ വന്നിരുന്നപ്പോ എന്താ മാഷിന് ഫീൽ ചെയ്യണത്? ഞാൻ പറയാം, കരഞ്ഞു. കണ്ണീര് വന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. അഭിമാനല്ലേ മാഷേ? മൈൻഡ് ഈസ് ഫുൾ, വേർഡ്സ് ആർ ഫ്യൂ എന്ന് പറഞ്ഞ പോലെ സംസാരമൊന്നും പുറത്തു വരുന്നില്ല. സന്തോഷം മാഷേ പരിചയപ്പെട്ടതില്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് പേരെന്താ? പിന്നെ വർക്ക് ചെയ്തോ? ഇല്ല അല്ലേ? കൂട്ടുകാരൊക്കെ കണ്ടു? ആണോ? 55 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് വന്നാണ്. വസ്തുവിന്റെ ഉയരത്തെ ഉയരം, പ്രതിബിംബത്തിന്റെ ഉയരം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അല്ലല്ലോ എന്താണ് ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി, നമ്മുടെ സ്മൃതി പർവ്വത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഉഷാറല്ലേ? മഹാസംഘമാണ്. സത്യം പറയാം, നമുക്കൊരു സമുദ്രം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കടല് പോലെ ആളുകൾ വന്നില്ല. എത്ര വർഷത്തെ സത്യം പറഞ്ഞാൽ ഇതില് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരില്ല. എല്ലാവരും അവനവന്റെ കൂട്ടുകാരെ തരികയാണ്. സത്യം, ആ ഒരു കാഴ്ചയാണ്. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് അല്ലേ? 970-ലും 69-ലും 80-ലും ഒക്കെ പഠിച്ചിരുന്ന ആളുകൾ വന്നിട്ട് അവനാന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളെ ഉണ്ടോ 80-ലുള്ളവരുണ്ടോ? അതാ ഇപ്പൊ ഞാൻ നേരത്തെ അവിടെ നിൽക്കുമ്പോ ഒരാള് വന്നിട്ട്, ഒരു പെൺകുട്ടിയല്ല, ഒരു കുറച്ചൊരു ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഓടി വന്നിട്ട് വേറെ പയ്യനെ തോണ്ടി വിളിച്ചിട്ട് ചോദിക്കാം, അതെ നിങ്ങളെ നാസറാണോ? അപ്പൊ ഇതിനകത്ത് നിങ്ങളെ 88-ലെ 10 ചെയ്ത് പഠിച്ചിരുന്ന നാസറാണോ? അപ്പൊ ഇയാളൊന്നും അല്ലല്ലോ. എനിക്ക് നാസറിന്റെ പോലെ തോന്നുന്നു. എത്ര ഫീലാണ്. ഇത്രയും തകർപ്പൻ പരിപാടി വേറൊന്നും കണ്ടിട്ടില്ലടോ. ഈ പ്രോഗ്രാം പൊന്നപ്പനല്ലാതെ തങ്കപ്പൻ. എന്തായാലും പ്രമോദേട്ടൻ നമ്മുടെ ചാനലില് 2-3 തവണ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ പ്രമോദേട്ടന്റെ പ്രോഗ്രാം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.